ഇറാഖിലെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത് എങ്ങനെ? ഇറാനുമായി ബന്ധമുള്ള മാലിക് പ്രധാനമന്ത്രിയായി വന്നാൽ ഒരു സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന കടും പിടുത്തത്തിലാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ്. മാലിക്കിയെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്താൽ അമേരിക്ക ഇനി ഇറാഖിനെ സഹായിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. മുൻ പ്രധാനമന്ത്രി നൂറി അൽ മാലിക്കി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇറാഖിനുള്ള US പിന്തുണ അവസാനിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇറാനുമായി ബന്ധമുള്ള മാലിക്കിയെ കഴിഞ്ഞ ആഴ്ച ഷിയ നേതൃത്വത്തിലുള്ള പാർട്ടികളുടെ ഒരു സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരുന്നു. മാലിക്കി ഒരു വളരെ മോശം തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി. കഴിഞ്ഞ തവണ മാലിക്കി അധികാരത്തിലിരുന്നപ്പോൾ രാജ്യം ദാരിദ്ര്യത്തിലേക്കും സമ്പൂർണ്ണ അരാജകത്വത്തിലേക്കും കൂപ്പുകുത്തി എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 2006-നും 2014-നും ഇടയിൽ വിഭാഗീയ ആക്രമണങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു മാലിക്കി. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് രാജ്യത്തിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തതിനെ തുടർന്ന് അദ്ദേഹം സ്ഥാനമൊഴിയുകയായിരുന്നു. ശനിയാഴ്ച കോർഡിനേഷൻ ഫ്രെയിംവർക്ക് എന്നറിയപ്പെടുന്ന ഒരു ഷിയ സഖ്യം അംഗീകരിച്ച ശേഷം സാധാരണയായി ഒരു പ്രസിഡന്റ് മാലിക്കിയെ നാമനിർദ്ദേശം ചെയ്യും. ഇറാഖ് പാർലമെന്റ് ചൊവ്വാഴ്ച പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ ധാരണയിൽ എത്താൻ സാധിക്കാത്തതിനാൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. ബാഗ്ദാദിലെ സ്വാധീനമുള്ള ഷിയ ഗ്രൂപ്പുകൾക്ക് അയൽ രാജ്യമായ ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി വ്യത്യസ്ത ബന്ധങ്ങളാണ് ഉള്ളത്. അത് ഷിയ പുരോഹിതരുടെ നിയന്ത്രണത്തിലുമാണ്. ഇറാഖ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുടെ സ്വാധീനം കൂടി വരുന്നു. അതിനെക്കുറിച്ച് വാഷിംഗ്ടൺ ആശങ്കയിൽ തന്നെയാണ്. മാലിക്കി തിരഞ്ഞെടുക്കപ്പെട്ടാൽ രാജ്യത്തെ ഇനി സഹായിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ട്രംപ് US പിന്തുണയില്ലാതെ രാജ്യത്തിന് വിജയസാധ്യത വട്ടപൂജ്യം മാത്രമായിരിക്കുമെന്നും പറഞ്ഞു. ഞായറാഴ്ച നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ മാലിക്കിയുടെ ഇറാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇറാൻ നിയന്ത്രിക്കുന്ന ഒരു സർക്കാരിന് ഇറാഖിന്റെ സ്വന്തം താൽപര്യങ്ങൾ വിജയകരമായി പ്രഥമ പരിഗണന നൽകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പോളണ്ട്, റൊമാനിയ, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ സഹവലതുപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചും മറ്റു രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടുകൊണ്ടും ട്രംപ് പലപ്പോഴും മുൻതൂക്കം നേടിയിട്ടുണ്ട്. US പിന്തുണയുള്ള വിജയി ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ മാസം ആദ്യം ന്യൂയോർക്കിൽ വിചാരണ നേരിടുന്നതിനായി അമേരിക്കൻ സൈന്യം അന്നത്തെ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി. 2003-ൽ US നേതൃത്വത്തിലുള്ള ഇറാഖ് അധിനിവേശത്തിന് ശേഷം മാലിക്കി ഇറാഖിനെ നയിച്ചു. ഇത് 3 പതിറ്റാണ്ടുകളെ ഷിയ മുസ്ലിങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നതിന് നേതൃത്വം നൽകിയ സദ്ദാം ഹുസൈനെ പുറത്താക്കുകയും ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. മാലിക്കി തന്റെ ഭരണകാലത്ത് കുർദിഷ് സുന്നി ഗ്രൂപ്പുകൾക്കിടയിൽ വിഭാഗീയ ആക്രമണം വർദ്ധിച്ച ഒരു കുഴപ്പകരമായ കാലഘട്ടത്തിനാണ് നേതൃത്വം നൽകിയത്. 2014 മാലിക്കി സ്ഥാനമൊഴിയുന്ന സമയത്ത് വലിയൊരു ഭൂപ്രദേശവും നിരവധി പ്രധാന നഗരങ്ങളും നിയന്ത്രിച്ചിരുന്ന സുന്നി തീവ്രവാദികളുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനെ തീവ്രവാദവൽക്കരിക്കുന്നതിന് എതിരാളികൾക്കെതിരായ ആക്രമണാത്മകമായ അടിച്ചമർത്തലാണ് ഒരു കാരണമായി ആരോപിക്കപ്പെട്ടത്. എന്തായാലും ട്രംപ് അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഇറാനെ പിന്തുണ കൊടുക്കുന്ന ഒരാളെ ഇറാഖിൽ ഒരു നേതാവായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സഹായവും US-ൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.